കേരളത്തിലെ മുൻ കമ്മ്യൂണിസ്റ്റ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് വന്ദേമാതരത്തെ എതിർത്തത് ആശ്ചര്യത്തോടെയാണ് രാജ്യം കേട്ടത്. വന്ദേമാതരം ഔദ്യോഗിക പരിപാടികളിൽ നിർബന്ധമാക്കിയിരിക്കുകയാണ് റിയാസിന്റെ ഈ എതിർപ്പ്. എന്താണ് മുഹമ്മദ് അലി ജിന്ന മുതൽ മുഹമ്മദ് റിയാസ് വരെ ഉള്ളവർക്ക് വന്ദേമാതരത്തോടുള്ള എതിർപ്പിന് കാരണം? പരിശോധിക്കാം. സംസ്ഥാനത്തെ ഔദ്യോഗിക പരിപാടികളിലും സംസ്ഥാന ഗവർണർമാർ പങ്കെടുക്കുന്ന ചടങ്ങുകളിലും വന്ദേമാതരം നിർബന്ധമാണ്. വന്ദേമാതരത്തിന്റെ 6 ഖണ്ഡികയാണ് ആലപിക്കേണ്ടത്. പുതിയ നിയമപ്രകാരം 3 മിനിറ്റും 10 സെക്കൻഡും ദൈർഘ്യമുള്ള ആലാപനമാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. വന്ദേമാതരവും ജനഗണമനയും ഒരുമിച്ച് ആലപിക്കുന്ന ചടങ്ങുകളിൽ ദേശീയ ഗീതമായ വന്ദേമാതരമായിരിക്കും ആദ്യം ആലപിക്കുക. തുടർന്നാണ് ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കുക. ഇതിന് തൊട്ടു മുൻപ് മൃദംഗത്തിന്റെ നാദം ഉണ്ടായിരിക്കും. ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതും നിർബന്ധമാണ്. സംഗതി ഇതായിരിക്കെയാണ് സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പാടിയതിനെ മുഹമ്മദ് റിയാസ് എതിർത്തത്. ചരിത്രം പരിശോധിച്ചാൽ ബ്രിട്ടീഷുകാരാണ് വന്ദേമാതരത്തെ ആദ്യം എതിർത്തത് എന്ന് മനസ്സിലാക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടന്റെ ദേശീയ ഗാനമായ ഗോഡ് സേവ് ദ ക്വീൻ ഇന്ത്യയിലും നിർബന്ധമാക്കാൻ ശ്രമം നടന്നു. ആ ശ്രമങ്ങളെ തടഞ്ഞത് വന്ദേമാതരം നേടിയ ജനപ്രീതിയാണ്. ഇതോടെ വന്ദേമാതരം ബ്രിട്ടന്റെ കണ്ണിലെ കരടായി. 1930 മുസ്ലിം ലീഗ് വന്ദേമാതരത്തിനെതിരെ രംഗത്തു വന്നു. 1937 ഒക്ടോബർ 15 ലക്നൌവിൽ നടന്ന അഖിലേന്ത്യാ മുസ്ലിം ലീഗ് യോഗത്തിൽ വന്ദേമാതരത്തെ ജിന്നയും ലീഗും അതിശക്തമായി എതിർത്തു. വന്ദേമാതരം ദേശീയ ഗാനമാക്കുന്നതിനെതിരെ ശക്തമായ നിലപാടും സ്വീകരിച്ചു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ഊർജം പകർന്ന ഗീതവും മുദ്രാവാക്യവുമാണ് വന്ദേമാതരം. മാതൃരാജ്യം എന്ന സങ്കല്പം ആദ്യമായി ഭാരതത്തിന് നൽകുന്നതും വന്ദേമാതരമാണ്. 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ സ്വന്തം നിലയിൽ ഈണം നൽകി വന്ദേമാതരം പാടിയതോടെ ഇന്ത്യയാകെ അത് ഏറ്റെടുത്തു. 1905 ബംഗാൾ വിഭജനത്തിനെതിരായ സമരത്തിൽ ഏറ്റവും മുഴങ്ങിക്കേട്ട ദേശഭക്തി ഗാനമായിരുന്നു വന്ദേമാതരം. തുടർന്ന് വന്ദേമാതരം എന്ന മുദ്രാവാക്യവും ഗാനവും ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹമായി പ്രഖ്യാപിച്ചു. ഭാരതം സ്വാതന്ത്ര്യം നേടുന്നതിന് തൊട്ടു മുൻപ് രാത്രി 11 ഭരണഘടനാ നിർമ്മാണ സഭയുടെ 5ാം സമ്മേളനം തുടങ്ങിയത് വന്ദേമാതരം ആലപിച്ചുകൊണ്ടാണ്. സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ആസാദ് ഹിന്ദ് ഫൗജിന്റെ മാർച്ചിംഗ് സോങ്ങായി വന്ദേമാതരം സ്വീകരിച്ചിരുന്നു. സ്വാതന്ത്ര്യ പുലരിയിൽ രാവിലെ 6:30 ആകാശവാണിയിൽ പണ്ഡിറ്റ് ഓംകാർനാഥ് താക്കൂർ വന്ദേമാതരം ആലപിച്ചപ്പോൾ ഇന്ത്യയാകെ അതിന്റെ അലയൊലികൾ മുഴങ്ങി. BBC വേൾഡ് സർവീസ് അവരുടെ ലോക സംപ്രേഷണത്തിന്റെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ജനപ്രീതിയുള്ള 2ാമത്തെ ഗാനമായി വന്ദേമാതരം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വന്ദേമാതരത്തിന്റെ ഈ ചരിത്രമാണ് മുഹമ്മദ് അലി ജിന്ന മുതൽ മുഹമ്മദ് റിയാസ് വരെ മതത്തിന്റെ പേരിൽ വിസ്മരിക്കുന്നത്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.